ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആണ് ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്താ, എപ്പോഴും കിച്ചണിലാണ്, അതായത് കാലത്തും ഉച്ചയ്ക്കും 4 മണിക്കും ഒക്കെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ളതൊന്നും വാങ്ങില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ കിച്ചണിലത്തെ പണികളാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു റിലാക്സിങ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും പഴം പുഴുങ്ങിയതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന പൊടിയാണ് കേട്ടോ. അജ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലത്തെ പുട്ടെന്ന് അറിയില്ലേ, അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം കുടിക്കണത് കാട അല്ലേ, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ റെസിപ്പി കാത, അതിൻ്റെ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ചുക്ക് കാപ്പി ഇല്ലേ, അതേപോലെ തന്നെ. പക്ഷേ ഇതിൽ കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് മാത്രം. അപ്പോൾ അതായിരുന്നു രാവിലെ. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ കട്ടൻ കാപ്പി കുടിക്കില്ല, അതിന് പകരം ഇത് കുടിക്കുക കേട്ടോ. വളരെ നല്ലതാണ്. നമ്മൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും വരില്ല, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ചുക്ക് കാപ്പി കുടിക്കണ അതേ ഒരു ഫ്ലേവർ ഉള്ളതാണ്. നല്ല കുഴപ്പമില്ല കേട്ടോ കുടിക്കാൻ. പക്ഷേ കുട്ടികൾക്ക് കുരുമുളകിൻ്റെ ഇതൊക്കെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പയർ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചട്ടിയിലിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഗോവയിൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ട് കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് അവരുടെ കൂടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ടൈം സ്പെൻഡ് ആവും. അതുപോലെ തന്നെ എപ്പോഴും മൊബൈലിലും ടി വിയും കാർട്ടൂണൊക്കെ കണ്ടിരിക്കണതും ഇതല്ലേ. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെടി മുളപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. പക്ഷെ അവർ മുളപ്പിച്ച പയർ തിന്നാനുള്ള ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ അവർ പറയും, അമ്മ എങ്ങനെ മുളപ്പിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് തിന്നായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കണം. അപ്പോൾ ഇന്ന് ചിക്കൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചിക്കൻ കറി, ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്, പക്ഷെ അധികം വഴറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് ചിക്കനുള്ള കേട്ടോ. ചിക്കനിൽ വാങ്ങിച്ചത് നല്ല നല്ല പീസൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കണം എന്നാണ് മക്കൾ പറഞ്ഞത് ബിരിയാണി. പക്ഷേ ഇന്ന് ചോറുള്ള കാരണം ഞാൻ ബിരിയാണി വെക്കുന്നില്ല. അപ്പോൾ ആ നല്ല കഷ്ണങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി ഇതുപോലെ തലയും അങ്ങനത്തെ കാലിൻ്റെ അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങൾ, തക്കാളി, അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഞാൻ ചതച്ചെടുക്കണം. ഇത് കുനുകുനാന്നായിട്ട് അരിഞ്ഞ് വെച്ചെടുക്കാം കേട്ടോ. ചേട്ടനും മക്കളും കൂടിയിട്ട് ഇരുന്ന് അരിഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നീളത്തിൽ സാധാരണ സബോളയൊക്കെ കറിക്ക് അരിയില്ല, അതുപോലെ അരിഞ്ഞു വെച്ചാൽ മതി. പക്ഷേ ഇവർ സബോളയും തക്കാളിയും ഒക്കെ പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ കുനുകുനാന്ന് വെച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു വറുത്തരച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കുറയ്ക്കുകയോ ചെയ്യാം. ഗ്രേവി നല്ല കട്ടിയാണെങ്കിൽ കുറച്ചും കൂടിയും തേങ്ങ കൂട്ടി കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധികം തേങ്ങയൊന്നും എടുത്ത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറാവണ വരെ, നല്ല മുരുമുരാന്നാവില്ലേ, അതുവരെ ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ല മുരുമുരാന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 3 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂണ്, ചിക്കൻ മസാല 1 ടീസ്പൂണ് എന്നിവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ.
ഇനി ചിക്കൻ മസാലയുടെ പൊടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ 2-4 കുരുമുളക് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുക്കണതല്ലേ, അതിൽ കൂടെ അരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി, അതുപോലെ തന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇടിച്ചത്, പച്ചമുളക് അരിഞ്ഞത് അതൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല അല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പിൻ്റെ ഇല ഇല്ല ഉള്ളത്, ഞാൻ അരക്കണയിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അരമണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അത്രയും നേരം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചുള്ളത് ഇവിടെ കുനുകുന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചെടുക്കണം. അപ്പോൾ അത് ഇട്ടുണ്ടെങ്കിൽ നന്നായി വെന്തോടയും. അത് കാരണം ഇപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കണില്ല. വലിയ പീസാണ് അരിഞ്ഞതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. പക്ഷേ ഞാൻ ഇവിടെ പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പകുതി വേവാകുമ്പോൾ പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് കുക്കറിലും അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാറ്റോ വലുതാക്കി നുറുക്കിയിട്ട് ഇതിലിടുക, എന്നിട്ട് കുക്കറിലിടുക. 2 വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ പകുതി വേവായപ്പോൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊക്കെ നന്നായി അടച്ചു വെച്ച് വേവിച്ചു. അപ്പോൾ ഉരുളൻകിഴങ്ങും ചിക്കനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ സൈഡിൽ തെളിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ലാസ്റ്റ് ഉള്ളത് ഇനി താളിച്ച് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുഞ്ഞേ ഉള്ളി മൂപ്പിച്ച് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ കുഞ്ഞേ ഉള്ളി ഇല്ലാത്ത കാരണം സവാള കുനാന്നായി അരിഞ്ഞിട്ട് അതാണ് മൂപ്പിച്ച് കൊടുക്കണത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഞാൻ ചോറ് ആവിയൊക്കെ കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ട്, പിന്നെ തൈരുണ്ട്, പിന്നെ കുറച്ച് അച്ചാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഊണ്. വേറെ തോരനും അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ഇപ്പോൾ ഒക്കെ സിമ്പിളായിട്ടല്ലേ. അപ്പോൾ 2 കറി ഉണ്ട്, അത് മതി. പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞു. 4 മണി ആവാറായി. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അടുക്കളയിൽ കയറണം അല്ലേ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊണ്, പിന്നെ 4 മണിക്ക്. പണ്ട് ബിസ്ക്കറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഇപ്പം അത് തീരെ ഹെൽത്തി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡെയിലി വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഇന്നുണ്ടാക്കിയത് പഴംപൊരിയും അതോടൊപ്പം ചൂട് കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരിയിൽ ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് എള്ളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതായിരുന്നു 4 മണിക്ക് ചായയിലേക്ക്. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യണ കാരണം അത്ര ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുവിധം ഹെൽത്തിയാണ്. അപ്പോൾ ശർക്കര ബാക്കി വരുന്നത് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡെയിലി ഇപ്പോൾ കാട അല്ലെങ്കിൽ ചുക്ക് കാപ്പിയോ ഉണ്ടാക്കി ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഉരുക്കിയെടുത്താണ് കേട്ടോ. ഇനി നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇനി രാത്രിയിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ കറിയുടെ കാര്യം നോക്കണ്ട, പക്ഷേ നമ്മൾ കഴിക്കാൻ ചോറൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, വിഷുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളല്ല, വിഷുവിന് വിചാരിച്ചതാണ്. ഞങ്ങളവിടെ വിഷുവിൻ്റെ അന്ന് പരിപ്പും മുരിങ്ങക്കായല്ല അതും കൂടി കറി വെച്ചിട്ട് വിഷുക്കട്ട കഴിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചിക്കൻ കറി കൂട്ടിയിട്ട് ഇങ്ങനെ വിഷുക്കട്ട കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആ ടൈമിലൊന്നും ചിക്കൻ എന്ന് പറഞ്ഞാൽ കിട്ടാണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാ സാധനത്തിനും തീ പിടിച്ച വിലയെന്ന് പറയാം കേട്ടോ. ചിക്കൻ 1 കിലോയ്ക്കും 260 രൂപയാണ് വില.
അപ്പോൾ ഈ ടൈപ്പിന് എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ്റെ കറി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഫിഷ് കട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ ഇടുകയാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് റേഷൻ്റെ അരിയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പച്ചനെല്ല് കുത്തില്ലേ, ആ അരിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ എന്തായാലും അത് കിട്ടാല്ല. ഞങ്ങൾ എല്ലാ കൊല്ലം വിഷുവിന് നാട്ടിലാണ് ഉണ്ടാവാറ്. ഇക്കൊല്ലം മാത്രം ഇങ്ങനെ ലോക്ക്ഡൗൺ ആയ കാരണം ഇവിടെ കുടുങ്ങിപ്പോയതാണ് കേട്ടോ. അരി ഞാൻ നന്നായി കഴുകി കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴുകി കൊടുത്തു. അതുപോലെ തന്നെ ഒന്ന് കല്ലരിക്കണം പോലെ ഇങ്ങനെ അരിച്ചു കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ അടിയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരമുറിക്കാളും കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ വേണമെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ പാല് മാറ്റി വെച്ചു. പിന്നെ ബാക്കി ഒരു 5-6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത്തെ പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് കട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2ാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ അതും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറച്ച് നല്ല ജീരകം ഇടാം. അതുപോലെ തന്നെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ചുവന്നുള്ളിയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ വെറുതെ നല്ല ജീരകം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ച് കൊടുക്കണം. പിന്നെ നമുക്കിതിൽ ഒഴിക്കേണ്ട 2ാം പാലിൻ്റെ അളവ് നമ്മൾ അരിയുടെ വേവിൻ്റെ അനുസരിച്ച് മാറി വരും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇത് നമ്മുടെ 2ാം പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ പാല് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് എല്ലായിടത്തും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് പ്ലേറ്റിൻ്റെ ആകൃതിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വാഴയിലയിൽ ഇങ്ങനെ പരത്തിയിടുകയാണ് ചെയ്യുക. എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തിയിടും. മുകളിലും കുറച്ച് എണ്ണ തടവും. എന്നിട്ട് വാഴയില കൊണ്ട് തന്നെ മൂടി വയ്ക്കും. അപ്പോൾ അതിനൊരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ വാഴയിലൊന്നുമില്ല. ഉള്ള പ്ലേറ്റിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഫിഷ് കട്ട് അതിലേക്ക് പരത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒരേ ലെവലിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാറി ഇരിക്കുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരേ ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെച്ചാൽ അങ്ങനെ നമുക്കതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മുറിക്കണത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കുറേ നാളല്ല കേട്ടോ. ഇപ്പോൾ വിഷു കഴിഞ്ഞപ്പോഴുള്ള ആഗ്രഹമായിരുന്നു. എന്താ വെച്ചെങ്കിൽ നാട്ടിലൊക്കെ എല്ലാവരും വിഷുവിനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അമ്മയും വീട്ടിലും ആയാലും ഹസ്ബൻഡ് വീട്ടിലായാലും ഒക്കെ വിഷുവിൻ്റെ പിറ്റേ ദിവസം ഫിഷ് കട്ട് ഉണ്ടാക്കും. അത് ഇറച്ചിക്കറി കൂട്ടിയിട്ടൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ അടിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റാണ്. ഫിഷ് കട്ടയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി. അതുപോലെ തന്നെ ഫിഷ് കട്ടയാണെങ്കിലും നമുക്ക് ഒരു തേങ്ങാപ്പാൽ പിഴിയണം എന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.